ഹലോ, DTHML ബന്ധപ്പെട്ട് 2 വീഡിയോ ഞാൻ ഷെയർ ചെയ്തു. യൂട്യൂബ് വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുള്ള പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് HTML DOM ഇവൻറ്റ് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് HTML ഡോക്യുമെൻറ്റിൽ നമ്മുടെ ഈ ഇവൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ വിൻഡോസ് ഇവൻറ്റ്സ് നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് വിൻഡോസ് ഇവൻറ്റ്സ് ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓപ്പറേഷൻസ്, വിൻഡോസ് ഓപ്പറേഷൻസ്. ഓക്കെ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? HTML മാനേജ് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു എക്സാമ്പിൾ, ഓൺ എറർ എക്സാമ്പിളാണ് എടുക്കുന്നത്. സ്ക്രിപ്റ്റ് ടു ബി റൺ വെൻ എവർ ആൻ എറർ ഒക്കർ. ഓക്കെ, ഒരു സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് DOM ആണ്. ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ത് ചെയ്യുന്നു? ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ that allow JavaScript to register when an event handler on element in an HTML document. ഒരു HTML ഡോക്യുമെൻറ്റിലെ എന്തെങ്കിലും ഇഷ്യൂ, ഒരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് അതിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിനെ എന്ത് ചെയ്യുന്നു? അലോ ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് DOM അതിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിൻഡോസ് ഇവൻറ്റ് ആട്രിബ്യൂട്ട്സ് ഓൺ എറർ നോക്കൂ. ഇവിടെ ഓൺ എറർ കാണാം. ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഓൺ എറർ. ആ ഓൺ എറർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. സാധാരണ പോലെ നമ്മൾ HTML കോഡ് എഴുതുന്നു, കണ്ടില്ലേ? HTML ബോഡിയിൽ നമ്മൾ ഇമേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സ് കൊടുത്തിരുന്നു. മുമ്പത്തെ പ്രോഗ്രാം അതിനനുസരിച്ച് എഴുതിയിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ ഇമേജ് സോഴ്സ് image.gif ഇത് ലോഡ് ചെയ്യാനാണ് നമ്മുടെ HTML പേജ് ശ്രമിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും എറർ ഒക്കർ ചെയ്യുകയാണെങ്കിൽ, ഓൺ എറർ, ആ സമയത്ത് നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റില്ല. ആ ഒരു ഇവൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു എറർ ഒരു ഇവൻ്റ് ആയിട്ട് വന്നു. ഓക്കെ, ആ സമയത്ത് അത് എറർ ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഓർ മെത്തേഡ്, ആ മെത്തേഡാണ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെ കാൾ ചെയ്യുന്നത് കണ്ടോ? മൈ ഫങ്ഷൻ അതിനെ കാൾ ചെയ്യുന്നത് കണ്ടോ? ഓക്കെ, ഫങ്ഷൻ നെയിം ദെൻ ബ്രാക്കറ്റ്സ്. അതിനർത്ഥം ഇവിടെ എറർ വന്നു കഴിഞ്ഞാൽ ഈ പേരിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള താഴെയുള്ള സ്ക്രിപ്റ്റ് റണ്ണ് ചെയ്യണം. അതിനെയാണ് കോൾ ചെയ്യുന്നത്. റൈറ്റ്, ഇനി നോക്കാം അതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫങ്ഷൻ മൈ ഫങ്ഷൻ. ഓക്കെ, ഇവിടെ ഫങ്ഷൻ മൈ ഫങ്ഷൻ എന്ന പേരിൽ ഇവിടുന്ന് കോൾ ചെയ്തിട്ടുള്ള ഫങ്ഷൻ എന്ത് ചെയ്യണം? സോ അലേർട്ട്, ഒരു മെസ്സേജ്, ഒരു അലേർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യണം. അതെന്താണ്? ഒരു മെസ്സേജ് ബോക്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ കാണാം. ചെറിയൊരു ബോക്സിൽ ദ ഇമേജ് കുഡ് നോട്ട് ബി ലോഡഡ് എന്നുള്ളൊരു മെസ്സേജ് അത് ഡിസ്പ്ലേ ചെയ്യും. എന്തെങ്കിലും എറർ മുഖേന ഈ HTML പേജിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമേജ് ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ, സപ്പോസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമേജ് നിങ്ങളുടെ ഡയറക്ടറിയിൽ എവിടെയാണോ HTML പേജ് സേവ് ചെയ്തത് അവിടെ ഉണ്ടെങ്കിൽ ഈ എറർ വരില്ല. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നെറ്റ്വർക്ക് സ്ലോ ആവുകയോ അല്ലെങ്കിൽ ഈ ഫയൽ മിസ്സിങ് എന്നുള്ള കേസിലൊക്കെ എന്ത് ചെയ്യുന്നു? ഈ മൈ ഫങ്ഷൻ എന്നുള്ള ഫങ്ഷൻ കോൾ ചെയ്യുന്നു. ആ ഫങ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫങ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ മെസ്സേജ് പുറത്തേക്ക് കാണിക്കുന്നു. ഓക്കെ, അത് ഡിഫൈൻ ചെയ്തത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞു DOM എന്ത് ചെയ്യുന്നു? DOM ഇവൻറ്റ് അലോസ് JavaScript to register different event handlers on element. ഇതാണ് നമ്മൾ ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാമിലൂടെ ഇവിടെ കാണിച്ചത്. റൈറ്റ്, ഇവിടെ ഒരു ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ഓൺ എറർ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വന്നപ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് അവിടെ എറർ വന്നിട്ടുണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇതാണ് ഈ ഒരു
ഓൺ എറർ ഇവൻ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, വിൻഡോസ് ഇവൻറ്റ് ആട്രിബ്യൂട്ടിൽ ഓൺ ഇവൻറ്റ് ആട്രിബ്യൂട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം. റൈറ്റ്, ഇനി നമുക്ക് അടുത്ത് ഫോം ഇവൻറ്റിലേക്ക് പോവാം. ഇതിനു വേണ്ടി എഴുതിയിട്ടുള്ള പ്രോഗ്രാംസ് നോക്കാം. സോ ഓൺ സബ്മിറ്റ് ഇവൻറ്റ്, സപ്പോസ് നമ്മൾ ഫോം ഇവൻറ്റ് ഹാൻഡ്ലിങ്, ദാറ്റ് മീൻസ് ഒരു ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്പോസ് നിങ്ങളൊരു അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണ്, അങ്ങനെയുള്ളൊരു ഫോം ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറി ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ആ സമയത്ത് താഴെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത്തരത്തിൽ നിങ്ങളൊരു എന്ത് ചെയ്യുന്നു, ഒരു ഇവൻറ്റ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഓൺ സബ്മിറ്റ് എന്ന് പറയുന്ന ഇവൻറ്റ്, ആ ഓൺ ഇവൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആക്ഷൻസ് അവിടെ ട്രിഗർ ചെയ്യപ്പെടുകയാണ്. അതിനെങ്ങനെ മാനേജ് ചെയ്യാം? ഓക്കെ, അത് ആ ഇവൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണോ സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറിയാനും പറ്റും. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാം അതിൻ്റെ ബോഡി എഴുതുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് മെസ്സേജാണ്, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഫോം ആക്ഷൻ, ഈ ഒരു ഫോം ആക്ഷൻ എന്ത് ചെയ്യുന്നു, ഓൺ സബ്മിറ്റ്. ഇവിടെ കാണാം ഫോം ആക്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. ഫോം ആക്ഷൻ page.php എന്ന് പറയുന്ന ഈ ഒരു ആക്ഷൻ ഓൺ സബ്മിറ്റ്, ദാറ്റ് മീൻസ് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കാണിക്കുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഫോമിൽ, ഈ ഫോം ആക്ഷനാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഓൺ സബ്മിറ്റ്. അപ്പോൾ ഒരു ഫോമിൽ എന്തൊക്കെ വേണം, ഒരു നെയിം എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സ്, അതേപോലെ തന്നെ സബ്മിറ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് ടൈപ്പ് ആണ് അതിൽ കാണുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പ്രോഗ്രാം എഴുതി കഴിഞ്ഞൊരു ഫോം നിങ്ങൾക്ക് കാണാം, അതിൽ നെയിം എൻ്റർ ചെയ്യാനുള്ള സ്പേസും അത് സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടണും കാണാം. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ ആ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തു ഓൺ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഫങ്ഷൻ, നേരത്തെ നമ്മൾ ട്രിഗർ ചെയ്തപ്പോൾ കോൾ ചെയ്ത മൈ ഫങ്ഷൻ, നേരത്തെ ഇവൻറ്റ് വന്നത് എന്താണ്, ഓൺ എറർ ആണ്. ഇവിടെ ഓൺ സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഫോമിൽ ഫോം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഫോം ഇവിടെ തുറന്നു, ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിലെ ആ ഫങ്ഷൻ കോൾ ചെയ്യാണ്. എന്താണ് ചെയ്യേണ്ടത്, സ്ക്രിപ്റ്റ് ഇവിടെ റൺ ചെയ്യും അത് വിളിച്ചു കഴിഞ്ഞാൽ. റൈറ്റ്, എന്താണ് ഫങ്ഷൻ മൈ ഫങ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ള മൈ ഫങ്ഷൻ നെയിം കോൾ ചെയ്ത് അവിടെ വരുന്നു. എന്താണ്, ദ ഫോം വാസ് സബ്മിറ്റഡ്. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എവിടെയാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എവിടേക്കാണോ പോകേണ്ടത്, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അലേർട്ട് വരും. ഇവിടെ ഡാറ്റാബേസിലേക്ക് ഇത് പോകണം എന്നുണ്ടെങ്കിൽ ആ കോഡെല്ലാം താഴെ വരും. പക്ഷേ ഇപ്പോൾ സിമ്പിൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അലേർട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോഗ്രാം എഴുതിയിട്ടുള്ളത്. സോ ഓൺ സബ്മിറ്റ് ഇവൻറ്റ്, ദറ്റ് മീൻസ് ഫോം ഇവൻറ്റ്സിൽ നമുക്ക് ഡോം വെച്ചിട്ട് ചെയ്യുന്ന എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. റൈറ്റ്, സോ ഫോം നോക്കൂ, ഫോം ഡിഫൈൻ ചെയ്യുന്നു, ഫോമിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റ്. ഓക്കെ, ആ ഇവൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു സ്ക്രിപ്റ്റ് ഇവിടെ റൺ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഫോം ഇവൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കീബോർഡ് ഇവൻറ്റ്, ഏകദേശം ഇതുപോലെ തന്നെയാണ് കീബോർഡ് ഇവൻറ്റ്. കീബോർഡിൽ നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് ചെയ്യാം, 1 key ഡൗൺ, 1 key പ്രസ്, 1 key അപ്പ്, ഒരുപാട് കീസ് കീബോർഡിലുണ്ട്. അതിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഇവൻറ്റ് നമുക്ക് നോക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് പാരഗ്രാഫിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് 1 key ഡൗൺ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫങ്ഷൻ എന്താണ്, ആ സ്ക്രിപ്റ്റ് എന്താണ് ഡിഫൈൻ ചെയ്ത ഫങ്ഷൻ്റെ അലേർട്ട് യു പാസ്ഡ് എ കീ ഇൻസൈഡ് ദ ഇൻപുട്ട് ഫീൽഡ്. ഓക്കെ, നിങ്ങളൊരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യും, യു പാസ്ഡ് എ കീ ഇൻസൈഡ് ദ ഇൻപുട്ട് ഫീൽഡ്. ദാറ്റ് മീൻസ്
ഈ HTML പേജ് റെക്കഗ്നൈസ് ചെയ്യും എന്ത്, നമ്മൾ കീബോർഡിൽ ഒരു കീ നെക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എ മെസ്സേജ് ബോക്സ് വിൽ ഡിസ്പ്ലേ. ഓക്കെ, ദാറ്റ് കണ്ടെയ്നിങ് യു പ്രസ്ഡ് എ കീ ഇൻസൈഡ് ദ ഇൻപുട്ട് ഫീൽഡ്. അതുപോലെ തന്നെ നമുക്ക് മൗസ് ഇവൻറ്റ് നോക്കാം. മൗസിൽ നമുക്ക് വരാവുന്ന ഇവൻറ്റ്സ് ആണ് ഓൺ ക്ലിക്ക്, ഓൺ ഡബിൾ ക്ലിക്ക്, ഓൺ മൗസ് ഡൗൺ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഇവൻറ്റിൽ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതി നോക്കാം. ഇതിൽ നോക്കുന്നത് വെൻ എ ബട്ടൺ ക്ലിക്ഡ് യൂസിങ് മൗസ്. ഓക്കെ, സോ ബട്ടൺ ഡിഫൈൻ ചെയ്യുന്നു മൈ ഫങ്ഷൻ ക്ലിക്ക് മീ. ഓക്കെ, ആ ബട്ടണിൽ ക്ലിക്ക് മീ എന്ന് കാണാം. ഇനി ഫങ്ഷൻ ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. സോ ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ഫങ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈ ഫങ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ബോൾഡ് ദെൻ ഹലോ വേൾഡ് എന്ന് പറയുന്ന കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ മൗസ് ക്ലിക്ക് എന്ത് ചെയ്യുന്നു, ഈ HTML പേജ് റെക്കഗ്നൈസ് ചെയ്യുന്നു. അത് നമ്മൾ കാണിക്കുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ എഴുതിയിട്ടുള്ള കോഡ് മുഖേനയാണ്. അപ്പോൾ ഇതാണ് HTML ചെയ്യുന്നത്. നമ്മളുടെ ആട്രിബ്യൂട്ടിനെ എന്ത് ചെയ്യുന്നു, ഡൈനാമിക്കായിട്ട് മാറ്റുന്നു. സാധാരണയായിട്ട് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എപ്പോഴാണോ ലോഡ് ചെയ്യുന്നത് ആ ലോഡ് ചെയ്ത കണ്ടൻറ്റ് അതുപോലെ നിൽക്കും. പക്ഷേ ഇവിടെ ലോഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഇവൻറ്റ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്താൽ, ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിന് വരുന്ന മാറ്റം. ഓക്കെ, ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് മെസ്സേജ് നമ്മളൊരു കീബോർഡിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴോ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഡിസ്പ്ലേ ആവുന്നു, അല്ലെങ്കിൽ ആ ഒരു പേജിൽ മാറ്റം വരുത്തുന്നു. അതിനെയാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള സ്ലൈഡിലെ പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.